മണാലിയിൽ പോയി വന്ന മുതൽ പല ഫ്രണ്ട്സുകളും നമ്മളോട് ചോദിക്കുകയാണ് മണാലി പോയി വന്നതിന് എത്ര ചിലവ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു കറക്റ്റ് ഒരു എമൗണ്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. കാരണം ഓരോരുത്തർ പോകുന്ന രീതി വ്യത്യാസമുണ്ട്. 1 ലക്ഷം കൊണ്ട് പോവുക, 50,000 കൊണ്ട് പോകാം, 5,000 രൂപക്കും പോകാം. അപ്പോൾ എത്ര ചെലവ് എന്നുള്ളത് പറയുന്നതിന് പകരം ഞാൻ എന്തെല്ലാം ചെലവ് എന്ന് വിവരിച്ചു തരാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് മൂന്നാർ, ഊട്ടി, അതേപോലെ വയനാട്, അങ്ങനെ നമ്മുടെ പോലെ ഇവിടെ അല്ലറ ചില്ലറ ടൂർ മാത്രം പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവരിനി ആഗ്രഹിക്കുന്ന പോലെ ഒരു മണാലി ട്രിപ്പ്, അങ്ങനെ ആ ഒരു കൺസെപ്റ്റിലുള്ള ആൾക്കാർക്കാണ് ഈ വീഡിയോ തയ്യാറായിട്ടുള്ളത്. അത് മണാലിയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ളതല്ല. അത് നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോകളായിട്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മണാലി പോയി വരുമ്പോൾ ഏകദേശം എത്ര ബഡ്ജറ്റ് നിങ്ങൾക്ക് ചിലവാകും എന്നുള്ളൊരു കാര്യം. ചെലവുകളെ മെയിനായിട്ട് 5 എണ്ണമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 1 പാക്കേജ്, 2 ഫുഡ്, 3 ട്രാവൽ, 4 ആക്ടിവിറ്റി, 5 പർച്ചേസ്. ഈ 5 ചെലവുകളാണ്. ഫസ്റ്റ് 1 പാക്കേജ് ഡൽഹി ടു ഡൽഹിയാണ് വരുന്നത്. ഡൽഹി ടു ഡൽഹിയിൽ ഡൽഹിയിൽ നിന്ന് നമുക്ക് ബസ് കിട്ടും. ഈ ബസ്സിൽ രാത്രിയാണ്, അതായത് 5 ഡേയ്സ് ആണ്, 5 നൈറ്റും 4 ഡേയ്സും ആണ് നമുക്ക് ഈ പാക്കേജ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. ഈ രാത്രിയാണ് നമ്മുടെ ബസ് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് മണാലിക്ക് പോകുന്നത്. അതിൽ 2 നൈറ്റ് ബസ്സിലായിരിക്കും, ബാക്കി 3 നൈറ്റ് മാത്രമേ നമുക്ക് അവിടെ റൂം അലൗഡ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പാക്കേജിൽ 1ാമത്തെ ദിവസം വരുന്നത്, നമ്മൾ വോൾവോ ബസ്സിൽ വന്ന് മണാലി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്കുള്ള വണ്ടി അവിടെ റെഡി ആയിട്ടുണ്ടാവും. ആ വണ്ടിയിൽ നമ്മളെ എടുത്തിട്ട് നമ്മളെ റൂം എവിടെയാണെങ്കിൽ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഫ്രഷ് ആയതിനു ശേഷം അന്നത്തെ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. 4 മണിക്കൂർ ഔട്ടിംഗ് ആണ്. അതിൽ ഒരു 2 അമ്പലങ്ങളുണ്ട്. അതിൽ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. 2ാമത്തത് നമുക്കവിടെ സ്ട്രീറ്റിലുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. 3ാമത്തത് അവിടെ ഒരു പാർക്ക് ഉണ്ട്. ഈ പാർക്കിൽ അത്യാവശ്യം കാര്യങ്ങൾ, ബോട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4ാമത്തത് വീണ്ടും വേറൊരു അമ്പലം കൂടി അവിടെ വരുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ കറങ്ങിയിട്ട് 4 മണിക്കൂർ കൊണ്ട് നമുക്ക് റിട്ടേൺ റൂമിലെത്തിയിട്ട് 2ാമത്തെ ദിവസം വരുന്നത് നമ്മൾ സ്നോ കാണിക്കാൻ കൊണ്ടുപോവുകയില്ല. അത് നമുക്ക് 9 മണി മുതൽ 5 മണി വരെ ടൈമുണ്ട്. എത്ര നേരമാണെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഡ്രൈവർ നമ്മളെ വെയിറ്റ് ആക്കിയിട്ട് എത്ര നേരമാണെങ്കിലും അവിടെ നമ്മൾ കാത്തിരിക്കും. അതാത് ക്ലൈമറ്റിനനുസരിച്ചിട്ടാണ് സ്നോ കാണിക്കാൻ നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ പോയ ദിവസം ഒരുപാട് മഞ്ഞുള്ള ദിവസമാണ്. അത് കാരണം ഫസ്റ്റിലുള്ള സെക്ഷനിൽ തന്നെ വണ്ടി ബ്ലോക്ക് ആവുകയും നമ്മളവിടെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ബാക്കി നമ്മൾ നടന്നിട്ട് അവിടെ കയറുകയും അവിടുത്തെ സ്നോയും കാര്യങ്ങളും ആസ്വദിക്കുകയാണ് ചെയ്തിരുന്നത്. ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഹൈ റേഞ്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് താറുകൾ, അതായത് താറ് പോലത്തെ 4x4 വാഹനങ്ങൾ നമുക്ക് നമ്മളെ ട്രിപ്പായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഉയർന്ന മേഖലയിലേക്കും അടുത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അഡീഷണൽ ചെലവ് നിങ്ങൾക്ക് വരും. പാക്കേജിൽ വരുന്ന 3ാമത്തെ ദിവസം നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വണ്ടിയിൽ വെച്ചിട്ട് അവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയും. ഇതിനെല്ലാവരും മര്യാദക്ക് റേറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യുക, അത് ആസ്വദിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു അമ്പലം വിസിറ്റ് ചെയ്യുക. അതിനുശേഷം അവിടെ വേറൊരു ട്രഡീഷണൽ ലെവലിലുള്ള ഒരു മരം കൊണ്ടും അതുപോലെ കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് പോലെ ഒരു സംഭവമുണ്ട്, അത് ആസ്വദിക്കുക. അതിനുശേഷം നേരെ നിങ്ങളെ നമ്മുടെ വോൾവോ ബസ്സിന്റെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കി തരും. അവിടെ നമുക്ക് നേരെ സമയത്ത് ബസ് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിങ്ങളെ കൊടുത്ത് ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺ വരും. 2ാമത് വരുന്നത് ട്രാവലിംഗിൽ വരുന്നത്, നമ്മൾ പട്ടാമ്പിയിൽ നിന്നാണ് പോയിട്ടുണ്ടാകുന്നത്. പട്ടാമ്പി ടു ഡൽഹി നമ്മൾ ട്രെയിനാണ് ചൂസ് ചെയ്തിട്ടുണ്ടാകുന്നത്. ട്രെയിൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ തന്നെ അതിൽ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ജനറൽ ഉണ്ടാവും, സ്ലീപ്പർ ഉണ്ടാവും, അതേപോലെ AC ഉണ്ടാവും, പല ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ സ്ലീപ്പർ എടുക്കുകയാണെങ്കിൽ 1000 രൂപ ആ ഒരു ബഡ്ജറ്റാണ് വരിക. നിങ്ങൾ AC എടുക്കുകയാണെങ്കിൽ 2000 ആ റേഞ്ചാണ് വരിക. നിങ്ങൾ ഫാമിലിക്കായിട്ട് പോകുകയാണെങ്കിൽ 3rd AC തന്നെ എടുക്കാവും ബെറ്റർ. കാരണം നിങ്ങൾ സ്ലീപ്പർ എടുത്താലും ഒരു കാരണവശാലും നിങ്ങൾക്ക് കടന്നുറങ്ങാനോ ഇല്ല ഒരു ഇത് കിട്ടില്ല. കാരണം ജനറൽ ടിക്കറ്റ് എടുത്ത പല ആളുകളും നമുക്ക് സ്ലീപ്പറിൽ കാണാൻ കഴിയും. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല. നമ്മുടെ സീറ്റാണ് അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തർക്കിച്ചിട്ട് കാര്യമില്ല. ആ ഒരു എക്സ്പെൻസ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ആണ് ബെറ്റർ എങ്കിൽ ഫ്ലൈറ്റിൽ പോകാം. അപ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിൽ പോകാനുള്ള ഒരു ചിലവ് വരും. അതേപോലെ ഫ്ലൈറ്റിന് ഇപ്പോൾ അറൗണ്ട് 6000 5000 ഒരു റേഞ്ചാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ചെക്കാക്കിയിട്ട് ആ ഒരു റേറ്റും നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ വരും. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസ് വരുന്നത്, ഡൽഹിയിൽ നിന്ന് വോൾവോ ബസ് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും. ആ ഒരു ഏരിയക്കുള്ള ഒരു ഓട്ടോറിക്ഷയുടെ ചാർജാണ് നിങ്ങൾക്ക് അതിൻ്റെ അഡീഷണൽ ആയിട്ട് വരിക. ആ ഒരു പോക്കിൻ്റെ ചാർജും പിന്നെ അവിടെ നിന്ന് റിട്ടേൺ വരാം. ഇതാണ് ട്രാവലിങ്ങിന് ടോട്ടലായിട്ട് വരുന്ന എമൗണ്ട്. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കേജിൽ ആകെ നിങ്ങൾക്ക് കിട്ടുന്നത് 2 ഡിന്നറും 2 ബ്രേക്ക്ഫാസ്റ്റും മാത്രമാണ്. അതായത് 4 ഫുഡ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഏകദേശം 9 ദിവസത്തോളം നിങ്ങൾക്ക് അവിടെ ചിലവഴിക്കേണ്ടി വരും. അതായത് മൊത്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 9 ദിവസത്തോളം നിങ്ങൾക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക, എത്രയാണ് ഒരു ഫുഡിന് എക്സ്പെൻസ് വരിക. ഒരു നേരത്തേക്ക് ഒരു 100 രൂപ വെച്ച് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ എത്ര വരും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും.
അപ്പോൾ ഓരോരുത്തരാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഓരോരുത്തർക്ക് ഓരോ ലെവലാണ് എക്സ്പെൻസ് വരിക. അപ്പോൾ അല്ല നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, അതേപോലെ തന്നെ നമ്മുടെ കേക്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മുൻകരുതലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഫുഡിന്റെ എക്സ്പെൻസ് ഒരുപാട് കുറക്കാൻ കഴിയും. ഫുഡിന്റെ എക്സ്പെൻസ് നമുക്ക് ഇവിടെ 100 രൂപക്ക് ഒരാൾക്ക് ഒരു നേരത്തെ ഫുഡ് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഫുഡ് അവിടെ നിന്ന് കഴിക്കണമെങ്കിൽ ഒരു നേരത്തിൽ ഒരു 400, 350 ആ റേറ്റ് എന്തായാലും വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്രൂട്ട്സാ, ബേക്കറി ഐറ്റംസാ അങ്ങനെ എന്തെങ്കിലും കൺട്രോൾ ആക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലാഭത്തിൽ എടുക്കാൻ കഴിയും. പിന്നെ അടുത്തത് വരുന്നത് പർച്ചേസ്. നിങ്ങൾ ഏതൊരു ടൂറിസ്റ്റ് മേഖലയിൽ പോയി കഴിഞ്ഞാലും ഒരുപാട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് പർച്ചേസിങ്ങിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. പല ഐറ്റംസ്, പുതിയ ഐറ്റംസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ പോയാൽ പുറത്തുള്ള റേറ്റിനെക്കാട്ടിയും ഒരുപാട് കൂടുതലായിട്ടാവും അവിടെ സാധനങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണോ പർച്ചേസ് ആക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് വ്യത്യാസം വരും. പിന്നെ വരുന്നത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. നമ്മളിവിടെ 300 രൂപക്കോ അല്ലെങ്കിൽ 400 രൂപക്കോ ചെയ്യുന്ന പല അഡ്വഞ്ചർ ആക്ടിവിറ്റീസും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ 2000, 3000, 4000, 10 അങ്ങനെയൊക്കെയാണ് അവർ റേറ്റ് പറയും. അപ്പോൾ നിങ്ങൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു മണാലി ട്രിപ്പ് പോയി വരുമ്പോൾ എക്സ്പെൻസ് വരുന്ന അവസരങ്ങൾ. അപ്പോൾ നിങ്ങളൊരു കാൽക്കുലേഷൻ വെക്കുക, എത്രയാണ് നിങ്ങൾക്ക് ഓരോ അവസ്ഥയിൽ നിങ്ങൾക്ക് ചിലവ് വരിക എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നിങ്ങളൊരു ബഡ്ജറ്റ് നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാം. ഓക്കെ, ഗുഡ് ബൈ.